ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കിയാലോ. ഇത് എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് തന്നെ വെക്കാം, ഒരു കേടും വരില്ല കേട്ടോ. കേട് വരാതിരിക്കാനുള്ള ടിപ്സും ടേസ്റ്റ് കൂടാനുള്ളതും എല്ലാം ഞാനിതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ തേങ്ങ ഒന്നും അരക്കാതെ മുളക് കറിയാണ് ഉണ്ടാക്കുന്നത്. കുറുകിയ ചാറോട് കൂടിയുള്ള ഒരു അടിപൊളി മീൻ കറിയാണ്. നിങ്ങൾക്ക് ഇത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാല ഒന്ന് നേരത്തെ തന്നെ എടുത്ത് വെക്കണ്ട കേട്ടോ. അതിലേക്ക് ഞാൻ 3 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അതിലേക്ക് പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരുപാട് കൂടുതൽ വേണ്ട, ഇത്ര തന്നെ മതി കേട്ടോ. പിന്നെ അത് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കുക. ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ നമ്മളത് എണ്ണയിലേക്ക് നേരിട്ട് പൊടിയിടുമ്പോൾ കരിഞ്ഞു പോകും. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി ഒന്ന് കുതിരുകയും ചെയ്യും, നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞും പോയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് നേരത്തെ തന്നെ മിക്സാക്കി അവിടെ വെക്കുക കേട്ടോ. അപ്പം ഞാനിതാ മുളകൊക്കെ വെള്ളം ഒഴിച്ച് മിക്സാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുളിയെടുത്ത് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർത്തി അവിടെ മാറ്റി വെക്കുക. പുളി നന്നായി കുതിർന്ന് കിട്ടണം. ഞാനെടുത്തിരിക്കുന്നത് പഴംപുളിയാണ്. പഴംപുളിയും കൂടി മീൻ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുടെ അടുത്തുള്ള പുളി എടുത്താൽ മതി. പിന്നെ അതാ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ചട്ടി നല്ലവണ്ണം ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു തുണ്ടി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം നമ്മുടെ മീൻ കറിക്ക് ഇട്ടിട്ട് വേണം, നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇടാത്തവരാണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കിട്ടോ. പിന്നെ ഇഞ്ചിൻ്റെ ഒന്ന് പച്ചമണം പോയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 12 ചെറിയ ഉള്ളി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം, ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. ഒരുപാട് ഗോൾഡൻ കളറായി കിട്ടൊന്നും വേണ്ട. അതിന് ശേഷം വലിയ തക്കാളി, ഒരു 1.5 തക്കാളി, ഒരു തക്കാളിയും ഒരു തക്കാളിൻ്റെ പകുതിയും അത് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ തക്കാളി വെന്ത് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല. തക്കാളിൻ്റെ തോലൊക്കെ ഒന്ന് ചുരുങ്ങി വരും, കുറച്ചൊന്ന് ഇങ്ങനെ വഴറ്റുമ്പോഴേക്കും തക്കാളി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് തക്കാളി വെന്തിട്ടുണ്ട്, ഉള്ളിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ മസാലയ്ക്ക്. അടിപൊളി ഫ്ലേവറാണ്. ഇഞ്ചിയും വലിയ ജീരകം ഉള്ളിയും എല്ലാം പാടെ വഴന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ച് മാറ്റി വെക്കുക. അത് ഞാൻ അരച്ചും എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചാറ് ഉണ്ടാക്കാൻ തുടങ്ങും. അത് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി നല്ലപോലെ ചൂടായി, എണ്ണയൊക്കെ നന്നായി ചൂടായതിന് ശേഷം 1/2 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ ഒന്ന് കരിയരുത് കേട്ടോ. കരിഞ്ഞാൽ നമ്മുടെ ചാറിൻ്റെ മണവും ഗുണവും ഒക്കെ പോകും, കയ്പ്പ് രസം വരുള്ളൂ. അതുപോലെ ഉലുവ കൂടിയും പോകരുത്. എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം, ഞാൻ ഒരുപാടൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 8 വെളുത്തുള്ളി എടുത്ത് നന്നായി ചതച്ചെടുത്തതാണിത്. ഇടികല്ലിൽ ചതച്ചെടുത്തതാണ്. വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് കളറൊന്ന് വ്യത്യാസം വരും കേട്ടോ. ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി, അത് ഞാൻ ഇടികല്ലിൽ ചതച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി വേണമെങ്കിലും ഉപയോഗിക്കുക. പക്ഷേ ചെറിയ ഉള്ളിയും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാറിന് നല്ലൊരു കൊഴുപ്പും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാകുന്നത്. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളിയും കൂടി ചെയ്യുക. ഇല്ലെങ്കിൽ രണ്ടും, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും രണ്ടും വേണമെങ്കിലും എടുക്കുക. അപ്പോൾ ഉള്ളി ഇട്ടതിന് ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നന്നായി വഴറ്റി കൊടുക്കുക. നമ്മൾ ഉള്ളി ഇങ്ങനെ വഴറ്റും തോറും നമ്മുടെ ചാറിന് നല്ലൊരു ടേസ്റ്റും ഉണ്ടാകും. എത്ര ദിവസം വേണമെങ്കിലും പുറത്തിരുന്നാൽ കേടും വരില്ല. ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ടാവും. ഉള്ളി നമ്മൾ വഴറ്റാണ്ട് ഒരുപാട് ഇതാക്കാണ്ടൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചളിച്ച പോലെ ഉണ്ടാവില്ല. ഇത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നും ചളിച്ച പോലെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഉള്ളിയൊക്കെ നന്നായി ഗോൾഡൻ കളറായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇടുമ്പോൾ നമ്മുടെ ചാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം 1.5 തക്കാളിയാണ് മസാലയൊക്കെ എടുത്തിരുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പകുതി തക്കാളി
ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്താൽ നമ്മുടെ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. തക്കാളി വെന്ത് ഉടയണമെന്നൊന്നുമില്ല കേട്ടോ. മീൻ ചാറിലത്തെ തക്കാളി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലേൻ്റെ വെള്ളം മുഴുവനൊന്ന് വറ്റിക്കിടണം. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കുക. പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി വറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. നമ്മുടെ മസാല പതുക്കെ കടന്നിട്ട് തന്നെ വെന്ത് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിക്കിടണം. കുറച്ച് നേരം ഇളക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാനിതാ നമ്മൾ കലക്കി വെച്ചിരുന്ന മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും വെള്ളം മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും പാടെ കടന്ന് എണ്ണയിൽ നന്നായി വഴറ്റി മീഡിയം ഫ്ലെയിമിൽ തന്നെ അതിൻ്റെ എണ്ണ തെളിയുന്നവരെ വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റുമ്പോഴേക്കും തന്നെ അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അതാ വറ്റി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ പിഴിഞ്ഞാത്ത കുതിർത്തി വെച്ച പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുക. പിന്നെ നമ്മൾ മസാല അരച്ച മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ആവശ്യത്തിലുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 2-3-4 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും, ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചാൽ നമുക്ക് ചാറൊന്ന് തിളച്ച് കിട്ടണം. നന്നായി തിളച്ച് വരണം. അപ്പോൾ അതാ കുറച്ച് നേരം ആകുമ്പോഴേക്കും നമ്മുടെ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാം. ഞാൻ എടുത്തിരിക്കുന്ന അയിലയാണ്, 1 കിലോന് അയിലയാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിന് കുറച്ച് പഞ്ഞീനുണ്ടായിരുന്നു, അത് ഞാൻ അതിൽ തന്നെ ഇട്ട് പൊരിക്കാൻ മാത്രമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചാറിൻ്റെ അടിയിലേക്ക് മീനൊക്കെ ഒന്ന് കരണ്ടിയും കൊണ്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. മീനിൻ്റെ മേലെ ചാറ് വേണം. പിന്നെ അത് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ടുണ്ട്. ഒരു ഉപ്പില്ലാത്ത മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നോമ്പായ കാരണം കൊണ്ട് നോക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മണം വന്നപ്പോൾ എനിക്ക് ഉപ്പില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഏറ്റവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. മൺചട്ടി ആയതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ തന്നെ നന്നായി തിളച്ച് വരും, നല്ല ചൂടുണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട്. ഒരു മീൻ പോലും പൊടിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുമ്പോൾ മീനിലേക്ക് നന്നായിട്ട് ഉപ്പും പുളിയും പിടിക്കുകയും ചെയ്യും. മീനിൻ്റെ എല്ലാതും ചാറിലേക്ക് ഇറങ്ങും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനും മറന്നു പോയത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരെ കൊണ്ടും അസ്സലാമു അലൈക്കും, ബൈ, ഓക്കെ, താങ്ക് യു.